ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ശ്ലീഹാകാലത്തിൻ്റെ 7ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. അവസാനത്തെ വാരമാണിത്. ശ്ലീഹാകാലം സമാപിച്ച് അടുത്ത വാരം നമ്മൾ കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ അവസാനത്തെ വാരത്തിൽ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് രക്ഷയുടെ സുവിശേഷമാണ് കർത്താവ് നമ്മോട് പറയുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി കർത്താവ് പറയുന്നത് വ്യത്യസ്തമായ ചില ചിന്തകൾ നൽകിക്കൊണ്ടാണ്. ഒന്നാമതായി കർത്താവ് പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം പ്രകടമാണ്. ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ വാതിൽ എന്ന് വേണം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ വിശാലമായി പ്രവേശിക്കാൻ കഴിയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആ വാതിലിന് വിസ്താരം കുറവാണ്. അനായാസം പ്രവേശിക്കുക അസാധ്യമാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ പ്രവേശനം അത്ര എളുപ്പമല്ല എന്ന് സാരം. രക്ഷയും ഈ വാതിലിലൂടെയുള്ള പ്രവേശനവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ്. ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് സഹനത്തിൻ്റെ വാതിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹനം എന്ന് പറഞ്ഞാൽ അല്പം നമ്മളെ തന്നെ ഒന്ന് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനമാണ് സഹനം. അതോടൊപ്പം തന്നെ നമ്മളെ തന്നെ ഒന്ന് വരിഞ്ഞ് മുറുക്കേണ്ടതുണ്ട്. വണ്ണമുള്ള ഒരാൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ അസാധ്യമായിരിക്കാം. എന്നാൽ അത്തരത്തിലുള്ള ശാരീരിക വണ്ണത്തേക്കാൾ ഉപരിയായി ആത്മീയമായ ഒരു എളിമയുടെ മനോഭാവം കൂടി കർത്താവ് ഇവിടെ പരോക്ഷമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമാണല്ലോ രക്ഷയുടെ പ്രവേശനം. രക്ഷ കരഗതമാകുന്നത് ദൈവവുമായി ആഴമേറിയ ബന്ധം സ്ഥാപിക്കുന്നവർക്കാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ വാതിൽ ഇടുങ്ങിയതാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് വരിഞ്ഞു മുറുക്കേണ്ടതുണ്ട്. നമ്മുടെ സന്തോഷം പകരുന്ന, മാനുഷികമായ സന്തോഷം പകരുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കുവാനുള്ള ഒരു ഇടുക്കമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ആ ഒരു ഭൗതികമായ ലൗകികമായ ജഡികമായ സന്തോഷങ്ങളൊക്കെ ഒന്ന് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അതൊരു വരിഞ്ഞു മുറുക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ചില കാര്യങ്ങളെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട്, ചില കാര്യങ്ങളെ ഒന്ന് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ത്യാഗമനോഭാവത്തോടു കൂടി മുന്നോട്ട് നീങ്ങുവാനുള്ള ആഹ്വാനമാണ് ഇടുങ്ങിയ വാതിൽ കൊണ്ട് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം സഹനത്തിൻ്റെയും വരിഞ്ഞു മുറുക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥയാണ് രക്ഷയിലേക്കുള്ള വഴി എന്ന് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് രക്ഷ കരഗതമാകണമെങ്കിൽ ഈ ത്യാഗമനോഭാവത്തോടു കൂടിയുള്ള, സഹന മനോഭാവത്തോടു കൂടിയുള്ള, എളിയ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതം ആവശ്യമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കതിനു വേണ്ടി ആ രക്ഷയുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സ്വയം ചെറുതാക്കുവാൻ പരിശ്രമിക്കാം. ഇനിയും കർത്താവ് പറയുകയാണ്, നിത്യ രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ നീതിബോധം ഉള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. നീതി എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യതയാണ്. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ടുണ്ട്,
പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ടേക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ മറവിൽ അനീതി പ്രവർത്തിച്ചാൽ അത് ദൈവസന്നിധിയിൽ തിരസ്കൃതരാകാനുള്ള കാരണമായി തീരും എന്നത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്ഭുത പ്രവർത്തനങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ ഒന്നുമല്ല കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യതയ്ക്ക് അടിസ്ഥാനപരമായി നിലകൊള്ളുന്ന കാര്യങ്ങൾ. പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കുക, ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും ഒക്കെ പുറകെ പോയാലും അവിടെയൊന്നും നീതി പ്രവർത്തിക്കപ്പെടുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മുമ്പിൽ നീതിയോടെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ദൈവപ്രമാണങ്ങൾ കുറ്റമറ്റ വിധം വ്യാപരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരുന്നവരെയാണ് നീതിമാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, എല്ലാവർക്കും നീതി നടപ്പാക്കുന്ന, എല്ലാവർക്കും അർഹമായത് അർഹതയോടുകൂടി പങ്കുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആത്മാർത്ഥത, സത്യസന്ധത, ദൈവാനുഭവത്തിൻ്റെ വഴി, ഇതെല്ലാമാണ് നീതിബോധത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ. അതൊക്കെ പുലർത്തിക്കൊണ്ട് സഹപ്രവർത്തകരോട്, സഹജീവികളോട്, കൂടെ വസിക്കുന്നവരോട് ഒക്കെ സഹിഷ്ണുതയും അനുകമ്പയും സഹോദര ബന്ധവും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും ഒക്കെ പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് നീതിബോധത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അപ്രകാരം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട്, എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ കണ്ടുകൊണ്ട് സഹോദര ബന്ധത്തോടുകൂടി പരസ്പരം ചെറുതായി പങ്കുവയ്ക്കപ്പെടുന്ന ജീവിതശൈലി പുലർത്തുമ്പോഴാണ് നമുക്ക് ജീവന്റെ അനുഭവത്തിലേക്ക്, രക്ഷയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകൂടി നമുക്കും മറ്റുള്ളവരോട് സഹിഷ്ണുതയും അനുകമ്പയും കനിവും കരുണയും സ്നേഹവും ഒക്കെ ഉള്ളവരായി മാറുവാൻ ആഗ്രഹിക്കാം. അതിനുള്ള കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അവസാനം പറയുന്നതാണ്, പിമ്പന്മാരായിരിക്കുന്നവർ മുൻപന്മാരായിരിക്കുന്നവർ പിമ്പന്മാരുമായി മാറും എന്ന് പറഞ്ഞാൽ, പുറമേ ഒരു പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവരും നല്ലവർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, ലോകത്തിന് മുമ്പിൽ അത്ഭുത പ്രവർത്തകരെന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരും രോഗശാന്തി പ്രവർത്തിക്കുന്നവരും ഒക്കെ പേരും പ്രശസ്തിയുമൊക്കെ ഉള്ള ആളുകൾ കർത്താവിൻ്റെ മുമ്പിൽ നീതിബോധത്തോടെ അല്ല ജീവിക്കുന്നതെങ്കിൽ അവർ പിമ്പന്മാരായി മാറും എന്ന് കർത്താവ് പറയുകയാണ്. അതേസമയം കുറ്റമറ്റ വിധം വ്യാപരിച്ചുകൊണ്ട് എളിമയോടുകൂടി ആരാരും അറിയപ്പെടാതെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സമാധാനം പങ്കുവെച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് വിട്ടുകൊണ്ട് ആരോടും കുറ്റം പറയാതെ ആരെയും കുറ്റപ്പെടുത്താതെ എളിമയോടുകൂടി ജീവിക്കുന്നവർ പുറമേ നോക്കുമ്പോൾ പിമ്പന്മാരാണെങ്കിലും ദൈവസന്നിധിയിൽ അവർ മുൻപന്മാരായി വളരും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിനു മുമ്പിൽ മുൻപന്മാരാകാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ ദൈവസന്നിധിയിൽ മുൻപന്മാരാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള എളിമയും ദൈവസ്നേഹ പാരമ്യവും നമുക്കുണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എപ്പോഴും കർത്താവിന് മുമ്പിൽ മുൻപന്തിയിൽ നിൽക്കുവാനുള്ള ആ ആധ്യാത്മിക ചൈതന്യമുണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ മുൻപന്മാരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും മുൻപന്മാരാണെങ്കിൽ ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിട്ടുവീഴ്ച മനോഭാവത്തോടെ എല്ലാവരെയും നോക്കിക്കാണുവാനും സഹിക്കുവാനും സഹിഷ്ണുതയോടെ വർത്തിക്കുവാനും എല്ലാവർക്കും അർഹമായ ബഹുമാനവും ആദരവും കൊടുക്കുവാനും എല്ലാവർക്കും ആവശ്യമായതൊക്കെ പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള വലിയ ഒരു എളിമയുടെ തുറവിയാണ് ഈ ദൈവസന്നിധിയിലുള്ള മുൻപത്വത്തിൻ്റെ പ്രത്യേകത. അപ്രകാരം നമ്മുടെ കുടുംബങ്ങളിൽ അത് ആരംഭിച്ച് സമൂഹത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാൻ പരിശ്രമിക്കാം. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ടും പ്രാർത്ഥിക്കാം. ഈ ശ്ലീഹാകാലം അവസാനിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് കൂടുതൽ ആധ്യാത്മികതയുടെ ഫലം പുറപ്പെടുവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനമനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.